സുഗുണ്ടായും ഒരു ശരിയുണ്ട്, കാതിലും കടുക്കനും വേറുണ്ട്, അതഭിനമുള്ളൊരു ലേസുണ്ട്, കളിയാണേ കജ്ജില് വേറുണ്ട്. പ്രേക്ഷകരേറെ കാത്തിരിപ്പിനൊടുവിൽ റിലീസായ ഒരു സിനിമയാണ് തല്ലുമാല. തല്ലുമാലയെ പോലെ തന്നെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തല്ലുമാലയിലെ പാട്ടുകളൊക്കെ. പറയുവാണെങ്കിൽ മണവാളൻ തഗ് തന്നെ പറയണം. പ്രൊമോ സോങ് അതിലൂടെ ഹിറ്റായ അതിൻ്റെ സൃഷ്ടാക്കളാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു അണിയറ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അണിയറ പ്രവർത്തകരല്ല, ഫുൾ വൈബ് ആയതുകൊണ്ട് സൃഷ്ടാക്കൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സാധാരണ എനിക്ക് രണ്ടുപേരാകുമ്പോൾ ഞാനിങ്ങനെ പേരാണ് പറയുന്നത്, പക്ഷേ ഇതിപ്പോൾ 4 അംഗ സംഘമാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അവരെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ സുഹൈലാണ്, സുഹൈൽ ബക്കർ. ഇതിന്റെ വീഡിയോയുടെ ഡയറക്ടറാണ്. ഇത് ഡാപ്സി ഫാസിൽ എന്നാണ് പേര്, പക്ഷെ ആർട്ടിസ്റ്റ് നെയിം ഈ പറഞ്ഞ ഡാപ്സി എന്നുള്ളത്. ഇതെന്നെ ഈ അപരനാമത്തിൽ അറിയപ്പെടാനാണോ ആഗ്രഹം? അങ്ങനെയല്ല, ആർട്ടിസ്റ്റ് നെയിം ഉണ്ടാവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് ഈ ഡബ്സി എന്ന് പറഞ്ഞാ? ഡാപ്സി അതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഡബ്ബ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ നിന്നാണ് അത് പിന്നെ ഡാപ്സി എന്നുള്ള പേര്. എൻ്റെ പേര് ബേബി ജീൻ. ഇതിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തത് ഞാനാണ്. കോസ്റ്റ്യൂം ഡിസൈനർ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഭയങ്കര കളർഫുൾ ആയിട്ടൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് എവിടോ ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറ, അവിടെ നിന്ന് മോഷ്ടിച്ചാണോ അതോ കടം കൊടുത്താണോ? കൊടുത്തു. ഞാൻ തന്നെ പിന്നെ തലയിൽ ഒരു മുറി ഉണ്ടായപ്പോ ഞാൻ കുറച്ച് കാലത്തേക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ട്രെൻഡിങ്ങിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്താണ് ഇത്രയും വിജയിക്കുമെന്ന് വിചാരിച്ചോ? ഒരിക്കലും പരിപാടി ഇറക്കി, പരിപാടി തീർത്തു. ഇപ്പൊ എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ്. എല്ലാരും ചെറിയ കുട്ടികള് മുതല് ഇതുണ്ടായിരുന്നു. അതിൽ കറക്റ്റ് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് ആയിരുന്നു അത്, മണവാളൻ തഗ് എന്ന് പറയുന്നത്. ആ ഒരു വൈബ്, തല്ലുമല എന്നുള്ളൊരു വൈബ് എൻ്റെ അതിന് മാച്ച് ആയി പോകുന്നൊരു ആ കാര്യം ഷുവർ ആയിരുന്നു. എന്തായാലും ഹിറ്റ് പാട്ടല്ലേ, നമുക്ക് ആ ഒരു പാട്ടിന്റെ 2 വരിന്ന് തുടങ്ങിയ വല്ല കുഴപ്പമുണ്ടോ? എന്തായാലും കേൾക്കാൻ സ്വന്തം ആയിട്ട് ആ ഒരു ശബ്ദത്തിൽ കൂടെ തന്നെ നേരിട്ട് കേൾക്കാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. പാട്ട് അതൊന്നും പ്രശ്നമുള്ളൂ. പഠികളും സുഗുണ്ടായും ഒരു ശരിയുണ്ട്, കാതിലും കടുക്കനും വേറുണ്ട്, അതഭിനമുള്ളൊരു ലേസുണ്ട്, കളിയാണേ കജ്ജില് വേറുണ്ട്, മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയില് ചേല് പൊതിഞ്ഞിണ്ട്, അരിമുല്ലക്കണക്കിന് കഥയുണ്ട്, കഥയാണേ പറയാനേറുണ്ട്. ഓക്കെ, എന്നാ പൊളിയാണ്. അപ്പോൾ ഈ മലബാറി ഭാഷ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ഭാഷ ആയാലും കാസർഗോഡ് ഭാഷ, കണ്ണൂർ ഭാഷ കേൾക്കുമ്പോൾ രസമുണ്ടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവൂല ഞങ്ങൾക്കൊക്കെ. അതായത് ഈ തെക്ക് സൈഡ് വടക്ക് സൈഡിലുള്ളവർക്ക് കാസർഗോഡ് ഭാഷയും കണ്ണൂർ ഭാഷയും ചിലതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇതെന്നാണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഇതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഈ മലബാറി ഭാഷയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പാട്ടിൽ ഭയങ്കര പ്രത്യേകത അല്ലേ? ശൈലി ഇപ്പൊ മലയാളമാണ് അല്ല, പക്ഷെ ശൈലിയിലുള്ള ഒരു വ്യത്യാസമാണ്. ഞാനും ഇവനും ടു ബി ഓണസ്റ്റ്ലി വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. മീൻ അടുത്ത റീജിയനിലെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ. അപ്പൊ ആ ഭാഷ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വെരി സിമ്പിൾ. അത് ഇങ്ങനെ കണക്ട് ആവും, അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ റെയർ ആണെന്നുള്ളത് ഇത് ഇത്രയും വൈഡ് ആയപ്പോഴാണ് കുറെ പേര് പല വാക്കുകൾ ഇതെന്താണ് ഉദ്ദേശിച്ചത് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത്. അത് നമുക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഷൂസിന് നമ്മൾ ഷുഗ് എന്നാ പറയാം. വെല്ലിമാർക്ക് അങ്ങനെ അതിനൊരു പ്രോസസ് ഉണ്ട് അതില്. അതെ, ഇപ്പൊ പശു എന്നുള്ള പജ്ജി എന്ന് പറഞ്ഞ പോലെ ഷൂ എന്നുള്ള സുഗ്. അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് പെട്ടെന്ന് തേമാ വെക്കുമ്പോ ഓർമ്മ വാക്കുകൾക്കൊക്കെ ഇജ്ജ്, പജ്ജ്, നെജ്ജ്, കുജ്ജ്. കുജ്ജ് എന്ന് പറഞ്ഞാൽ കുഴി. ഒരു ആർട്ട് അവിടെ വരുമ്പോഴാണ് ആൾക്കാരെ തിരിച്ചറിയുന്നത് ഓക്കെ ഇത് ഇങ്ങനെ പറയും എന്നുള്ള കാര്യം. ഇപ്പത്തെ ആ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, പഴയ ഭാഷാ ശൈലിനെ പുതിയ മ്യൂസിക്കിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സിനിമയിലും അവസരം കിട്ടിയപ്പോഴും ആ സെയിം പരിപാടി അല്ല, അങ്ങനെ തന്നെ ആ ഒരു വരികൾ എഴുതാൻ വേണ്ടി തന്നെയാണോ പറഞ്ഞത്? മലബാർ ഭാഷയിൽ തന്നെ അത് എഴുതണം. സൗണ്ട് ഓരോ ആർട്ടിസ്റ്റ് ഇപ്പൊ എന്റെ ഇതിൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ കണ്ട അല്ലെങ്കിൽ കേട്ട പരിപാടികളാണ് ഞാൻ, അല്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പല രീതിയിലുള്ള കലകള് അല്ലെങ്കിൽ സൗണ്ടുകള്
അപ്പൊ ആ ഒരു സംഭവം എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇതിലാണെന്നുള്ളു. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, കണ്ടത് കേട്ടത്. എഴുതി അവസാനം ഹിറ്റായി. ഓക്കെ, കളറിസ്റ്റിനോട് ചോദിക്കാനുള്ളത്, ആ പാട്ട് കണ്ടപ്പോ എല്ലാ കളറും ഉണ്ടല്ലോ, ഇതെന്താ ഇത്? ഫുൾ കളർഫുൾ ആണ്, കളർഫുൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇല്ലെങ്കിൽ മറിഞ്ഞ് അതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തത് നീരജ് രവിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് തല്ലുമാലയുടെ സോങ്സും അതിന്റെ ട്രെയിലറും എല്ലാം ഓൾറെഡി ഓൺലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതിന് മേലെ എന്ത് ചെയ്യാം, നമുക്ക് ഉള്ള കോണ്ടന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു കോണ്ടന്റ് പോരാ, അതിന് മേലെ ഒരു സംഭവം നിൽക്കണം എന്നുള്ളൊരു ഐഡിയയിൽ അപ്രോച്ച് ചെയ്തപ്പോഴാണ് എന്നാ പിന്നെ നമുക്ക് കുറച്ച് കളർ പരിപാടികൾ പ്ലാൻ ചെയ്യാം എന്ന്. അപ്പൊ തന്നെ കളർ വാരിയിരുന്നു. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ടെക്നിക്കലിയും കൂടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് യൂസ് ചെയ്തത്. HDR എന്ന് പറയും. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോൾ. ബേസിക്കലി നോർമൽ വീഡിയോനേക്കാളും ഒരു 2-3 ടൈംസ് ഡീറ്റെയിൽ കൂടിയ രീതിയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റും ഇത്. സോ അത് ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മലയാളത്തിൽ തന്നെ ആദ്യത്തെ കോണ്ടന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. HDR ചെയ്തിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫിലിംസ് അതൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഒരു പ്രോപ്പർ ഫീച്ചർ ഫിലിമിൻ്റെ കോണ്ടന്റ് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും HDR വരുന്നത്. സോ അത് കാരണമാണ് കളേഴ്സൊക്കെ ഇങ്ങനെ ചാടിത്തെറിച്ച് നിൽക്കുന്നത്.